അസ്സലാമു അലൈക്കും. അതെ, ലയ പറഞ്ഞ പോലെ ഞങ്ങൾ പാർക്കിൽ പോകാം കേട്ടോ. കണ്ടില്ലേ അവൻ്റെ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും. നമ്മളങ്ങനെ ദേ വീടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് പാർക്കിൽ പോകാണ്ടോ. അപ്പം മഴയൊന്നും കുറഞ്ഞ ടൈമിൽ ഞാനും അനിയനും കൂടി അവനൊന്ന് ഹാപ്പി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണേ. നമ്മൾ ഫ്ലാറ്റിലാകുമ്പോൾ എപ്പോഴും ഈവനിങ് താഴെ പാർക്കിലൊക്കെ പോകുമല്ലോ. ഇവിടെ വന്നതിന് ശേഷം പിന്നെ അങ്ങനെ പറ്റിയിട്ടില്ല. സൈക്കിളെടുത്ത് മാത്രമാണല്ലോ ഇറങ്ങാറുള്ളത്. അപ്പം പിന്നെ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ റോഡ് ഫുള്ള് കുഴിയും വെള്ളമൊക്കെ ആയിരുന്നേ. നമ്മളങ്ങനെ ഒരു 3 മണിയാകുമ്പോഴാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ദേ ഇവിടെ എത്തിയില്ല. ഞാൻ ഫുൾ ഓണായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ നന്നായിട്ട് ഹാപ്പി ആയിട്ടോ. ആൾക്ക് എല്ലാത്തിലും ഓടി കയറുന്നുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ ഒരു വലിയ കുളമുണ്ട് കേട്ടോ. ഇറങ്ങാൻ പറ്റുന്ന കുളമാണ്. പക്ഷേ മഴ പെയ്തിട്ട് ഫുൾ അലമ്പായിട്ട് കിടക്കുമായിരുന്നേ. നമ്മളടുത്ത് ഇതുപോലെ ഒരു പാർക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതല്ലേ. വൈകുന്നേരങ്ങളിൽ പിള്ളേരൊക്കെ ആയിട്ട് പോയിരിക്കാനും നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടെ ഇരിക്കുമ്പോൾ. രാത്രി ഒന്നും കൂടെ ഭംഗിയാണ് കേട്ടോ, ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ വെച്ചിട്ട്. ഇത് വന്നിട്ട് ചങ്ങരകുളം ചിയാനൂർ ഹാപ്പിനെസ് പാർക്ക് എന്നാട്ടോ പാർക്കിൻ്റെ പേര്. പിന്നെ ഈ കുളത്തിനൊരു പേര് കൂടെ ഉണ്ട്, ചിറക്കുളം എന്നാട്ടോ പറയാറുള്ളത്. അങ്ങനത്തെ ലയൻ എല്ലാത്തിലും കയറി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, കുളത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം മഴ പെയ്തിട്ട് നല്ല ആഴമുണ്ട് കേട്ടോ ഇപ്പോൾ. പിന്നെ അവിടെ വാക്ക് വേ ഉണ്ട്. രാവിലെയും വൈകുന്നേരം ഒരുപാട് പേര് ഇവിടെ നടക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, അവരെല്ലാ കോർണേഴ്സിലും സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ നമ്മളവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ലയ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുളത്തിൻ്റെ അടുത്തൊക്കെ പിള്ളേരൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും വീടെത്തണം കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിലൊക്കെ നിർത്തി. അപ്പോൾ ലയ എനിക്ക് പരിപ്പോടെയും ചായയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് നമ്മളിനി നേരെ വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ.